ഭഗവാൻ മുരുകൻ്റെ ഒരു യുഗം ആരംഭിക്കുകയാണ്, മുരുകയുഗം. കാരണം വല്ലാതെ നമ്മൾ ആലോചിക്കുമ്പോൾ ഭാരതത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് സമീപകാലത്ത് തമിഴ്നാടിൻ്റെ ഒരു പ്രാധാന്യം വല്ലാതെ നമ്മുടെ പ്രധാനമന്ത്രി ഉയർത്തിക്കാട്ടുന്നുണ്ട്. പാർലമെൻറ്റിൻ്റെ പുതിയ മന്ദിരം അവിടെ ചെങ്കോൽ കൊണ്ടുപോകുന്ന തമിഴ്നാട്ടിൽ നിന്ന് അതിൻ്റെ പൂജാരിമാരായി വരുന്ന തമിഴ്നാട്ടിലെ അബ്രാഹ്മണരായിട്ടുള്ള പൂജാരിമാർ, തമിഴിലെ എഴുത്ത്, പാർലമെൻറ്റ് മന്ദിരത്തിൽ മയൂര ചിഹ്നം, പീലി വിടർത്തുന്ന മയിൽ, അങ്ങനെ മുരുകൻ ഭാരതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഭാഷകളിലൊന്നാണ് തമിഴെന്ന് പറയുന്നു. അങ്ങനെ ഈ തമിഴ്നാടിൻ്റെ പാരമ്പര്യവും മുരുകൻ്റെ ഒരു പ്രസക്തിയും വല്ലാതെ ഉയർത്തിക്കാട്ടുന്നുണ്ട് നരേന്ദ്രമോദി. ഇപ്പോൾ BJPയുടെ സംസ്ഥാന ഘടകം തമിഴ്നാട്ടിൽ ലക്ഷക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു മുരുക മഹാസംഗമം നടത്തി. എന്തായിരിക്കും ഈ മുരുക യുഗത്തിൻ്റെ? അത് തമിഴ് സംസ്കാരത്തിലെ അതിൻ്റെ ആണിക്കല്ല് എന്ന് പറയുന്നത് മുരുകനാണ്. മരുതമലൈ മാവലിയും മുരുകയ്യ എന്നുള്ള പാട്ട് തുടങ്ങി ഇങ്ങോട്ട് തമിഴ്നാട്ടിലെ ഏറ്റവും പ്രസിദ്ധരായ ഗായകരും പ്രസിദ്ധരായ എഴുത്തുകാരും കവികളും എല്ലാവരും ഏറ്റവും കൂടുതൽ പാടി പുകഴ്ത്തി പറഞ്ഞിട്ടുള്ളത് മുരുകനെയാണ്. അവർ ദൈവത്തിനെതിരാണ്, പക്ഷേ മുരുകനെതിരല്ല. നമ്മളിത് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്, കേരളത്തിലും മുരുക ഭക്തരുടെ മഹാശക്തിയുണ്ട്, ഉണ്ടല്ലോ, മഹാബലമാണ്. എല്ലാ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളും, അതെ അതെ, ശ്രീനാരായണ ഗുരുദേവൻ മുരുകൻ്റെ ഭക്തനായിരുന്നു. അല്ല, ഗുരുദേവൻ സ്ഥാപിച്ച ശിവക്ഷേത്രവും സുബ്രഹ്മണ്യ ക്ഷേത്രവും ദേവീക്ഷേത്രവും ഒക്കെയാണ്. അതെ, ശിവക്ഷേത്രം ഗുരുദേവൻ സ്ഥാപിച്ചേക്കണത്. നമ്മുടെ കടലോരങ്ങളിൽ മുഴുവനും കാണാവുന്നത് ഭഗവതിയും ശിവനും മുരുകനുമാണ്. പിന്നെ അത് മലയാളിക്കും വളരെ പ്രിയപ്പെട്ട ദേവത. അത് മാത്രമല്ല, എത്ര ലക്ഷം പേരാണ് പഴനി പോകുന്നത്. അതെ, കേരളത്തിൽ നിന്ന് പഴനിമലൈ മാമലയെ തേവരിൻ കുലം കാക്കും എന്നാണ് പറയുന്നത്. അതാണ് ദേവന്മാരുടെ കുലത്തിൻ്റെ അധിപനായിട്ട് തമിഴ് സംസ്കാരം സങ്കല്പിക്കുന്നത് മുരുകനെയാണ്. ദേവസേനാധിപതിയാണ്. അതിൻ്റെ തേവറിൻ കുലം കാക്കുന്നതാണ്. എന്നുവെച്ചാൽ ഇതിനെ മാത്രമൊന്നുമല്ല, ഈ തമിഴിൻ്റെ കുലം കാക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ദേവന്മാരുടെ കുലം കാക്കുന്നവനെന്ന മുരുകനാണ് തമിഴിൻ്റെ തായ്മൊഴിയായിട്ട് വർത്തിക്കുന്നത് എന്നാണ് അവരുടെ സങ്കല്പം. അത് ചെറിയ സങ്കല്പമല്ല. അവിടെ ഈ മറ്റേ DK ദ്രാവിഡ കഴകത്തിൻ്റെ വരുന്ന കാലത്ത് കടവുൾ കാട്ടുമുരാണ്ടെ എന്നാണ് പറഞ്ഞിരുന്നത്. കാട്ടുമുരാണ്ടെ എന്ന് പറഞ്ഞിരുന്നു. പറഞ്ഞാൽ എന്താ? കാട്ടുമൃഗമാണെന്ന്. ദൈവത്തിനെ അപ്പശരിപ്പെടുത്തണം. എന്താണ് അവരുടെ ഒരു ആചാര്യനുണ്ടല്ലോ ഈ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ, പെരിയോർ എന്നൊക്കെ പറഞ്ഞ രാമസ്വാമി നായ്ക്കർ ഒക്കെ, അദ്ദേഹം അത് പിന്നെ അണ്ണാദുരൈ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ട് വന്നതും അവരെല്ലാം ദൈവത്തിനെതിരാണ്. പക്ഷേ ഈ ദൈവത്തിനെതിരാണ് എന്ന് കേൾക്കുന്ന എല്ലാ തമിഴനും നേരെ DMKയുടെ അല്ലെങ്കിൽ DKയുടെ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ട് പഴനിക്ക് പോയി തല മുട്ടയടിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ അയ്യപ്പസ്വാമിയെ പോലെയാണ് മുരുകൻ്റെ അവസ്ഥയും. അതെ അതെ. കാരണം മുരുകൻ്റെ ആരാധകർക്ക് ഇതില്ല, വർണ്ണവ്യത്യാസമില്ല, വർഗവ്യത്യാസമില്ല, ജാതി വ്യത്യാസമില്ല. ജാതി വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ മൊത്തം തമിഴരും അവരുടെ ജീവിതത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ആധാരശിലയായി എടുത്തിരിക്കുന്ന ദേവസങ്കല്പമാണ്, മൂർത്തി സങ്കല്പമാണ് മുരുകൻ. ദൈവമില്ല എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ദൈവമില്ല എന്നൊക്കെ പറയുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട സ്റ്റാലിൻ മുരുകനെതിരെ ഒരു വാക്ക് പറയാറില്ല. ഇല്ല, അവർ നടത്തിയിരുന്നു ഒരു മുരുക സമ്മേളനം, ലോക മുരുക സമ്മേളനം നടത്തിയിരുന്നു. അല്ല, മുരുകനെതിരെ. എന്നാൽ പിന്നെ മുരുകനില്ല എന്ന് പറയാൻ പറ്റുമോ? വിവരറിയും, മിണ്ടാൻ പറ്റില്ല. കാരണം ഇവിടെ എങ്ങനെയാണോ ഈ ശബരിമലയിൽ തൊട്ട് കഴിഞ്ഞാൽ ത്രസിക്കുന്നത്, അതുപോലെയാണ് അവിടെ മുരുകൻ. ആ മുരുകനാണ് തമിഴിൻ്റെ, പിന്നെ തമിഴ് ഭാഷ അസാമാന്യമായ വിനയമുള്ളൊരു ഭാഷയാണ്.
സ്ത്രീകളോടൊക്കെ ഇത്രയും വിനയം കാണിക്കുന്നൊരു ഭാഷ പറയണ്ട. എന്നമ്മ എന്നല്ലേ? അതെ അതെ അതെ, ഇത്ര ബഹുമാന സൂചകമാണ്. ഇത്രയും വിനയമുള്ള ഒരു ഭാഷ, ഭയങ്കര ഒഴുക്കുള്ള ഭാഷ. പിന്നെ അത് മാത്രമല്ല, ഏത് ഇംഗ്ലീഷ് വാക്കിനും തത്സമമായ തമിഴ് കണ്ടെത്താൻ അവർക്ക് കഴിയും. നമ്മൾ ഫുട്ബോൾ എന്ന് ഉപയോഗിക്കുമ്പോൾ അവൻ കാൽപന്ത് വിളയാട്ടം അതാണ്. ആ കാൽപന്ത് വിളയാട്ടം എന്ന് പറയുന്നതിൽ എന്തൊരു ഭംഗിയാണ്, എന്തൊരു ഒഴുക്കാണത്. തമിഴിൻ്റെ ആ ഒരു ഒഴുക്ക് അപാരമില്ലേ? ആ ഒരു സംസ്കാരം മുഴുവൻ ഉൾക്കൊണ്ട് നിൽക്കുന്നത്, അതിൻ്റെ അടിത്തറയായി അടിവേരായി പ്രവർത്തിക്കുന്നത് ഈ മുരുകനാണ്. എൻ്റെ ഒരു അനുഭവം പറയട്ടെ. എൻ്റെ ഭാര്യ ഒരു മുരുക ഭക്തയാണ്. പണ്ട് മുതലേ കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ മുരുകൻ്റെ പടമൊക്കെ വരച്ച് നടക്കുന്ന ആളായിരുന്നു. അപ്പോൾ എനിക്കും അതുകൊണ്ട് നമുക്കെല്ലാ ക്ഷേത്രങ്ങളും എല്ലാം നമുക്ക് ഇഷ്ടമാണ്. അങ്ങനെ പ്രത്യേകിച്ചൊരു ദേവതയുടെ നമുക്ക് വലിയ അഡിക്ഷനൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സാർ ഓർക്കുന്നുണ്ടാവാം, ഇവിടെ നമ്മുടെ LMRK ലയൺ മയൂര റോയൽ കിങ്ഡം എന്ന് പറയുന്ന മുരുക ഭക്തരുടെ ഒരു ഗ്രൂപ്പുണ്ട്. രജിത് കുമാർ ഇവിടെ വന്നിരുന്നു. അതിനുശേഷം അവരുടെ 1-2 പരിപാടികൾക്ക് പോയപ്പോഴാണ് ഞാൻ ആബാലവൃദ്ധം അവിടെ വരുന്ന മുരുക ഭക്തരെ കാണുന്നത്. അവിടെ ഞാനപ്പോൾ ആലോചിച്ചു, ഈ നമ്മുടെ ഷംസീറൊക്കെ ഇത് സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുമ്പോൾ അവിടെ ഞാൻ അരുണിനെ കണ്ടു. ആസ്ട്രോ ഫിസിക്സിൽ റിസർച്ച് ചെയ്യുന്ന ആളാണ്, ചെറുപ്പക്കാരൻ, മുരുകൻ്റെ ഭക്തനാണ്. ഇവിടെ വിദ്യാഭ്യാസവും വിവരവും ഉണ്ടെങ്കിൽ അന്ധവിശ്വാസത്തിന് പിന്നാലെ പോവില്ലെന്ന് പറയുമ്പോൾ ഈ നമ്മുടെ സ്പീക്കർക്കൊക്കെ സ്വപ്നം കാണാൻ പറ്റാത്ത ആസ്ട്രോ സയൻസ് വരെ പഠിക്കുന്ന ആൾ മുരുകൻ ഹരഹരോ എന്ന് പറഞ്ഞ് അവിടെ വന്നിരിക്കുകയാണ്. അല്ല, മുരുകനെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് തമിഴ്നാടിൻ്റെ ജീവിതത്തെക്കുറിച്ച് സങ്കല്പിക്കാൻ കഴിയില്ല. തമിഴ്നാട്ടിലെ ജനകീയ ദൈവം മുരുകനാണ്. കേരളത്തിലൊരു കാര്യമുണ്ട്. കേരളത്തിലൊക്കെ ഈ മറ്റേതില്ലേ കാവടി ഷഷ്ടി, ഷഷ്ടിക്ക് എന്താണ് കാവടി? അതെ അതെ അതെ, കാവടി അന്ന് ആ ദിവസം നമുക്ക് റോട്ടിലിറങ്ങാൻ പറ്റില്ല. കേരളത്തിൽ എവിടെ സഞ്ചരിച്ചാലും മുരുകൻ്റെ കാവടിയാണ്. അത് ഇങ്ങനെ ആ ഒരു എന്താ പറയേണ്ടത്, ഒരു സാധാരണ മനുഷ്യൻ്റെ എല്ലാ വിചാരങ്ങളും ആവിഷ്കരിക്കപ്പെടുന്നുണ്ട് അതിലൂടെ. അതെ അതെ, അരിസ്റ്റോക്രാറ്റ്സിൻ്റെ അല്ല, സംസ്കൃതത്തിൽ പറഞ്ഞിട്ടല്ല. മുരുകൻ തമിഴിലും മലയാളത്തിലും നിറഞ്ഞു നിൽക്കുകയാണ്. അതെ. അപ്പോൾ ഈ തമിഴ്നാട്ടിൽ ഇപ്പോൾ നടന്ന BJP മുൻകൈ എടുത്ത് സംഘടിപ്പിച്ച ഈ മുരുക മഹാസംഗമം ഉണ്ടല്ലോ, അതിനകത്ത് ഈ പവൻ കല്യാൺ ആന്ധ്ര ഉപമുഖ്യമന്ത്രി വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ നിരീശ്വരവാദികളും ഇടതുപക്ഷക്കാരും ഉണ്ട്, അവർ ഒരാൾ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല, ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല, കുഴപ്പമില്ല എന്ന് മാത്രമല്ല സന്തോഷമുണ്ട്. അതെ, ഞാൻ ഹിന്ദു ആണെന്ന് പറഞ്ഞാൽ ഉടനെ അവനെ വർഗീയവാദി എന്ന് വിളിക്കും. ഇതാണ് മതേതരത്വം. അങ്ങനെയാണ് ഈ മതേതരത്വം എനിക്ക് വേണ്ട. അല്ല, അത് എന്താ ഈ മതേതരത്വത്തിന് നമ്മൾ കൊടുത്തിരിക്കുന്നത്? ഒന്ന്, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, സർവമത സമഭാവന, അതാണ് ഇവിടെ എല്ലാവരും പറയുന്നത്, ഇല്ലേ? അതെങ്ങനെ ശരിയാവുന്നത്? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇസ്ലാമിൽ സർവമത സമഭാവനയുണ്ടോ? ഇല്ല. ഇന്ന് പ്രചാരത്തിലിരിക്കുന്ന ക്രിസ്തു മതത്തിൽ സർവമത സമഭാവനയുണ്ടോ? ഇല്ല. പ്രവാചക മതങ്ങളിൽ സർവമത സമഭാവന ഇല്ല. യേശുദേവൻ്റെ സന്ദേശത്തിൽ സർവമത സമഭാവനയുണ്ട്. അത് വേറെ പ്രശ്നമാണ്. കാരണം യേശുദേവൻ്റെ സന്ദേശം, ഒരു ഉദാഹരണം പറഞ്ഞുതരാം. സഹോദരനോട് എത്ര വട്ടം ക്ഷമിക്കണം എന്ന് ചോദിച്ചു. പുള്ളി ക്ഷമയുടെ വക്താവായിരുന്നല്ലോ. അപ്പോൾ യേശുദേവൻ പറഞ്ഞത് 70 വട്ടം എന്നാണ്. മലയാളം എന്തൊരു മനോഹരമായ മലയാളം. ഈ മലയാള ഭാഷയിലെ ഏറ്റവും നല്ല ഗദ്യം സത്യവേദ പുസ്തകമാണെന്നാണ് ഞാൻ പറയുന്നത്. ബൈബിൾ സത്യവേദ പുസ്തകം. അത് ഇംഗ്ലീഷിൽ അതുപോലെ കിങ്സ് വേർഷൻ എന്നൊക്കെ പറയുന്നത് പോലെ വായിക്കേണ്ടതാണ്. ഇംഗ്ലീഷിൽ എന്തെങ്കിലും എഴുതാനോ പറയാനോ ഒക്കെ ശ്രമിക്കുന്നവർ വായിച്ചിരിക്കേണ്ട പുസ്തകം സത്യത്തിൽ അതാണ്, ബൈബിള് തന്നെയാണ്. ബൈബിൾ പിന്നെ വേറൊന്നും കൂടിയുണ്ട്. ബൈബിൾ വായിക്കാത്ത ഒരാൾക്ക് യൂറോപ്യൻ ലിറ്ററേച്ചറിലെ ഒറിജിനൽ വർക്കുകളൊന്നും ആസ്വദിക്കാൻ കഴിയില്ല. ഡോസ്റ്റോവ്സ്കി ആസ്വദിക്കാൻ പറ്റില്ല, ടോൾസ്റ്റോയി ആസ്വദിക്കാൻ പറ്റില്ല, മറ്റേത് പാവങ്ങൾ, ലെസ് മിസറബിൾസ്, അദ്ദേഹം എഴുതിയ അദ്ദേഹത്തെ നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. ആധുനിക സാഹിത്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ T.S. എലിയറ്റിനെ ആസ്വദിക്കാൻ പറ്റില്ല, മിൽട്ടനെ ആസ്വദിക്കാൻ പറ്റില്ല, പിന്നെ
കസാൻസാക്കിസിന, ഒരാൾ എല്ലാം ഈ ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് എഴുതുന്നത്. ഈ എഴുത്തുകാരെല്ലാവരും അവരുടെ ജീവിതത്തിലൂടെ യേശുദേവനെ കണ്ടെത്തിയതാണ്. അതെ അതെ, അവരുടെ ജീവിതത്തിലൂടെ അവർ ഈ എഴുത്തുകാർ കണ്ടെത്തിയ യേശുദേവന് ചർച്ചുമായിട്ട് അങ്ങനെ കാര്യമായ ബന്ധമൊന്നുമില്ല. പക്ഷേ അവരുടെ ജീവിതത്തിൽ ഇതിങ്ങനെ നിൽക്കുകയാണ്. അല്ല, സാറ് കുറച്ച് മുമ്പ് എന്നോട് പറഞ്ഞില്ലേ ഒരു കന്യാസ്ത്രീ സാറിനോട് വന്ന് ചോദിച്ചു എന്നുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങ് ഇവരുടെ ധാരണ ക്രിസ്ത്യാനി ആകണം എന്നുണ്ടെങ്കിൽ ഞാൻ ക്രിസ്ത്യാനിയാണ്. കാരണം കന്യാസ്ത്രീയോട് പറഞ്ഞു അല്ലേ, ഞാൻ ക്രിസ്ത്യാനി അല്ലെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? നിങ്ങളോട് ആര് പറഞ്ഞു? കാരണം ക്രിസ്ത്യാനി ആകണമെന്നുണ്ടെങ്കിൽ പള്ളിയിൽ പോയി മാർഗം മാറണ്ട. യേശുദേവനെ വായിച്ചു കഴിഞ്ഞാൽ യേശുദേവൻ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറിപ്പോവില്ല, ഉറപ്പായിട്ടും. കാരണം ആ ജീവിതം ഒരു കസേരയിട്ടിരിക്കും. അല്ല, ആ ജീവിതം ഇങ്ങനെ നമ്മുടെ മുന്നിൽ ത്രസിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അത് വേറൊരു സംഗതി. അതുകൊണ്ട് ക്രിസ്ത്യാനി ആവണമെന്നില്ല. ഇല്ല, അത് ക്രിസ്ത്യാനികൾ അങ്ങനെ ആകണമെന്നില്ല. ഈ 70 വട്ടം ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ക്ഷമക്ക് അതിരില്ല എന്നാണ്, നെല്ലിപ്പലകയില്ല. അനന്തമായി ക്ഷമിക്കണം എന്നാണ്. അനന്തമായി ക്ഷമിക്കുന്ന എത്ര പേരുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കണ്ടെത്താൻ പ്രയാസമാണ്. അപ്പം അതുകൊണ്ട് യേശുദേവൻ്റെ സന്ദേശം വേറെയാണ്. അതുപോലെയാണ് എപ്രകാരമാണോ യൂറോപ്പിൻ്റെ മണ്ണിലേക്ക് ഒരു സംസ്കാരവും ആർദ്രതയും യേശുദേവൻ്റെ ജീവിതം കടത്തിവിട്ടത്, അതുപോലെയാണ് തമിഴ്നാടിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ദ്രാവിഡ സംസ്കാരത്തിൻ്റെയൊക്കെ ആന്തരിക ഭാവത്തിലേക്ക് ഈ മുരുക സംസ്കാരം ചെന്ന് ചേരുന്നത്. അല്ല, ഇതിലൂടെ BJP തമിഴ്നാട്ട് രാഷ്ട്രീയത്തിൽ എന്താണ് ലക്ഷ്യം വെക്കുന്നത്? അല്ല, BJP ലക്ഷ്യം വെക്കുന്നതല്ല, ഒരു ഹിന്ദു ഏകീകരണം തമിഴ്നാട്ടിൽ വേണം. അല്ല, BJP മാത്രമായിട്ട് നടത്തിയ പരിപാടിയല്ല അത്. BJP കൂടെ സഹകരിച്ചു, ഹിന്ദു സംഘടനകൾ നടത്തി, BJP കൂടെ സഹകരിച്ചു എന്നേ ഉള്ളൂ. ഞാൻ പറയുന്നത് ഈ രാജ്യത്ത് ഈ നിങ്ങൾ പറയുന്ന സർവമത സമഭാവന നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഹിന്ദു മതം അല്ലെങ്കിൽ ഹിന്ദു ഏകീകരണം ഉണ്ടായേ പറ്റൂ, അല്ലെങ്കിൽ നിൽക്കില്ല. കാരണം പ്രവാചക മതങ്ങൾ ഏത് പറഞ്ഞു കഴിഞ്ഞാലും അവർ എപ്പോഴും ആ മതത്തിൻ്റെ ഒരു മോണോത്തീയിസ്റ്റിക്കായിട്ട് മോണിസ്റ്റിക്കായിട്ടുള്ള ഒരു നിർബന്ധ ബുദ്ധി പിടിക്കാറുണ്ട്. നമ്മുടെ മതമാണ് ഏറ്റവും നല്ലതെന്ന്. സർവമത സമഭാവന എന്നുള്ളത് ഹിന്ദുമതത്തിൻ്റെ സംഭാവനയാണ് ലോകത്തിന്. അത് ഇസ്ലാമിൽ അതില്ല. അത് നമ്മളാ സത്യം പറയണ്ടേ. ഇസ്ലാമിൽ അങ്ങനെ ഒരു സങ്കല്പമില്ല. കാരണം ഒരേ ഒരു ഹലാൽ മതം, ബാക്കിയൊക്കെ ഹറാമാണെന്നാണ് പറയുന്നത്. നമുക്കിവിടെ അങ്ങനെയല്ല. ചാർവാകൻ മുതൽ ഇങ്ങോട്ട് കിടക്കുകയാണ്. നമ്മൾ ഇൻക്ലൂസീവായിരുന്നു, എക്സ്ക്ലൂസീവ്നെസ് ഇല്ല. അതുകൊണ്ടാണല്ലോ പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും പ്രാചീനമായ ഒരു മതത്തിൻ്റെ പ്രതിനിധി എന്ന നിലക്ക്, ലോകത്തിലെ എല്ലാ വിശ്വാസങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരത്തിൻ്റെ പ്രതിനിധി എന്ന നിലക്ക്, എക്സ്ക്ലൂഷൻ എന്ന വാക്കില്ലാത്ത ഒരു മത ജീവിത രീതി, ധാർമ്മിക ജീവിത രീതിയുടെ വക്താവ് എന്ന നിലക്ക് ഞാൻ നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു എന്നാണ് വിവേകാനന്ദൻ പറഞ്ഞത്. എക്സ്ക്ലൂഷൻ ഇല്ല. ബാക്കി എല്ലാ മതങ്ങളിലും ഇന്നിപ്പോൾ പ്രചാരത്തിലിരിക്കുന്ന പ്രവാചക മതങ്ങളിൽ എക്സ്ക്ലൂഷൻ ഉണ്ട്. മറ്റവനെ മാറ്റി നിർത്ത്. കമ്മ്യൂണിസത്തിലും അത്, കമ്മ്യൂണിസമാണ് അവസാനത്തെ മതം. അത് ആദ്യം തകർന്നു എന്നുള്ളത് വേറൊരു പ്രശ്നം. അവസാനം യൂറോപ്പിൽ നിന്നുണ്ടായ ഒരു മതം കമ്മ്യൂണിസമാണ്. അത് ആദ്യം തകർന്നു പോയി എന്നുള്ളത് അത് ഇതുപോലെ എക്സ്ക്ലൂഷനാണ്. എന്നോടൊപ്പം ഇല്ലെങ്കിൽ എൻ്റെ ശത്രു അവൻ ഹനിക്കപ്പെടേണ്ടവനാണ് എന്നൊരു സന്ദേശം പരത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ആധാരശിലയായിട്ട് ഈ സർവമത സമഭാവന, അതായത് മതേതരത്വം എന്ന് ഇപ്പോൾ പറയുന്ന കാര്യം, സെക്കുലർ എന്നുള്ളതല്ല, മതേതരത്വം എന്ന് പറയുന്ന ആ ഒരു ഭാവം ഇന്ത്യയിൽ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഹിന്ദു മതത്തിൻ്റെ ഏകീകരണം ഉണ്ടായേ പറ്റൂ. എനിക്ക് തോന്നുന്നത് അതിൻ്റെ ആ ഹിന്ദു മതത്തിൻ്റെ ഏകീകരണം അതിൻ്റെ പ്രതീകമായി മുരുകൻ മാറുകയാണ്. തമിഴ്നാട്ടിൽ അതിൻ്റെ പ്രതീകമായിട്ട് മുരുകൻ മാറുകയാണ്. ഇവിടെയാണെങ്കിൽ ഹിന്ദു മതത്തിൻ്റെ പ്രതീകമായിട്ട് ഏകീകരണത്തിൻ്റെ പ്രതീകം ശബരിമല അയ്യപ്പനാണ്. അതുകൊണ്ടാണ് അയ്യപ്പനെ തൊട്ട് കഴിയുമ്പോൾ ബാക്കി അമ്പലങ്ങളെയൊക്കെ തൊട്ട് കഴിഞ്ഞാൽ ഇത്രയും വരാറില്ല. അയ്യപ്പനെ തൊട്ട് കഴിഞ്ഞാൽ പല സ്ഥലത്തുനിന്നും ആളുകളാണ് വരുന്നത്. എനിക്ക് തന്നെ ഒരു അത്ഭുതം ഉണ്ടായിരുന്നു. ആ പ്രശ്നം കോടതി വിധിയൊക്കെ വന്ന സമയത്ത് ഒരു പ്രതിഷേധ പരിപാടി, ഒരു പ്രാർത്ഥന യോഗം നടത്താനുള്ളൊരു തീരുമാനം. അപ്പോൾ ഒരു 500 പേര് കിട്ടുമോ എന്ന നിലക്കായിരുന്നു നമ്മളുടെ തുടക്കം.
എവിടെയായിരുന്നു? എറണാകുളത്ത് അപ്പൻ്റെ മുമ്പിൽ. അപ്പോൾ അതിന് ഈ എറണാകുളം കരയോഗത്തിലാണ് അതിൻ്റെ യോഗം ചേർന്നത്. കരയോഗത്തിൻ്റെ സെക്രട്ടറി വേണു എന്ന് പറഞ്ഞ രാമേന്ദ്രൻ. അപ്പോൾ രാമേന്ദ്രനോട് ചോദിക്കുന്നു നമുക്കൊരു 500 പേര്. അപ്പോൾ രാമേന്ദ്രൻ ഇല്ല, ഒരു 1000 പേരൊക്കെ വരുമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളുടെ എല്ലാ കണക്കൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് ഒരു 7000 പേരാണ് അവിടെ വന്നത്. അതിൽ മഹാഭൂരിപക്ഷം പേരും സ്ത്രീകളായിരുന്നു. അവരവരുടെ പണം കൊടുത്ത് സഞ്ചരിച്ചു വന്നതാണ്. അന്ന് രാഷ്ട്രീയ പാർട്ടികളുടെയും മറ്റു പാർട്ടികളുടെയും ചെയ്യുന്ന രീതിയിൽ വാഹനം കൊടുത്തിട്ട് വാഹനത്തിൽ വന്നതല്ല. അവരവരുടെ കാശ് കൊടുത്ത് അവരുടെ സ്വമേധയാ വന്നവരാണ്. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ അതിപ്പോൾ സംഘാടകരായ ഞങ്ങളുടെ ഗുണം കൊണ്ട് വന്നതല്ല, അയ്യപ്പസ്വാമിയുടെ ഗുണം കൊണ്ട് വന്നതാണ്. അല്ല, ഇത് കാണുമ്പോൾ ഞാൻ പെട്ടെന്ന് ഓർക്കുകയാണ്, ഈ കഴിഞ്ഞ മാസം ഈ പഴനിയിൽ നമ്മുടെ LMR രജിത്ജിയുടെ നേതൃത്വത്തിൽ ഒരു അഗ്നിയാഗം നടത്തി മുരുകന് വേണ്ടിയിട്ട്, ഇന്ത്യയുടെ ശ്രേയസ്സിന് വേണ്ടി. നമ്മുടെ പട്ടാളക്കാരുടെ ഈ മറ്റേ ഓപ്പറേഷൻ സിന്ദൂറൊക്കെ നടക്കുന്ന സമയത്ത് അതിനുവേണ്ടി ഈ പറഞ്ഞതുപോലെ അന്ന് ഞാൻ പോകുമ്പോൾ പഴനിയിലേക്ക് വന്ന വണ്ടികൾ, കേരള വണ്ടികൾ ആയിരക്കണക്കിനായിരുന്നു. 6000-7000 പേരാണ് സ്വന്തം നിലയ്ക്ക് കാറിലും ബസ്സിലും ട്രെയിനിലുമായിട്ട് മുരുകൻ്റെ പേരിൽ വിളിച്ചപ്പോൾ പഴനിയിൽ വരുന്നത്. അത് വരും. അപ്പോൾ അതുകൊണ്ട് അതൊരു ഒരു വലിയ സംസ്കാരത്തിൻ്റെ ഏകീകരണ ശക്തി കൂടിയാണത്. അതെ. അല്ല, കേരളത്തിൽ ഇത്രയും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമ്പോൾ തമിഴ്നാട്ടിൽ എന്തായിരിക്കും അതാണ് ഞാൻ പറഞ്ഞത്. എന്തായിരിക്കും നമുക്ക് അർത്ഥാപത്തിയാണ് അലങ്കാരം. അതാണ്. ഏതായാലും മുരുകയുഗം തുടങ്ങിയാണ് തമിഴ്നാട്ടിൽ, തുടങ്ങി മുന്നേറുകയാണ്. അത് തീർച്ചയായിട്ടും തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ സംസ്കാരത്തിലും മാറ്റം വരുത്തും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.